കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 59ാമത് വീഡിയോ ആണ്. 59ാമത്തെ ക്ലാസ്സാണെന്ന് അർത്ഥം. എല്ലാവരും പഴയ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയത് ചെയ്യാൻ കുറച്ച് താമസമായി, കുറേ തിരക്കുകൾ കാരണം കുറച്ച് വൈകി. നമ്മൾ ജതിസ്വരങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. ജതിസ്വരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിത്യമില്ലാതെ സ്വരം മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഞ്ചരാഗ ജതിസ്വരമാണ് നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞു. 5 രാഗത്തിൽ വരുന്ന ഒരു ജതിസ്വരം. ആദ്യം കല്യാണി, ബേഗട, അഠാണ, സുരുട്ടി, തോടി. മിശ്രചാപ്പ് താളത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതാദ്യം ഒന്നുകൂടി ചൊല്ലിയിട്ട് നമുക്ക് സ്വരജതികൾക്ക് കടക്കണം. സ്വരജതി എന്ന് പറഞ്ഞാൽ സ്വരം ഉണ്ടാവും, സാഹിത്യം ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെല്ലാം. സാ നി സരി സ നി ദ ബ ധ നി ധ ബ മ ഗ മ പ ധ നി സരി ഗ നി രി നി ധ മ ധ നി ധ നി ധ മ ഗ മ ധ മ ഗ രി സ രി ഗ മ പ ധ നി സരി നി ധ നി ധ മ ഗ ധ മ ഗ രി സ രി നി ധ നി സ രി ഗ മ പ ധ നി സാ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി ധ പ മ ഗ രി ഗ മ ധ മ ഗ രി സ നി ധ പ രി സ ഗ രി ഗ മ പ ധ പ ധ പ സ നി രി സ മ ഗ രി സ പ ധ പ രി സ നി ധ പ ധ മ ഗ മ പ ധ പ സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി സ രി സ നി സ ധ നി സ നി ധ പ മ പ ഗ മ രി സ നി സ രി മ പ നി സ രി സ രി മ രി സ നി രി സ നി ധ നി സ രി സ നി ധ പ ഗ മ രി സ ഗ രി നി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി നി സ രി നി ധ നി സ നി ധ പ രി മ പ നി ധ മ പ ധ മ ഗ രി മ രി സ രി മ ഗ രി മ പ നി നി സ രി നി രി സ രി നി ധ പ മ ഗ പ മ രി സ നി സ നി രി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി ഗ രി സ നി ധ നി രി നി ധ മ ഗ മ ധ മ ഗ രി സ രി ഗ മ ധ നി സ രി ഗ രി നി രി നി ധ നി ധ മ ധ നി സ നി ധ മ ഗ രി സ രി ഗ മ ധ നി ഗ രി സ നി സ രി സ നി ധ പ ധ നി ധ പ മ ഗ മ പ ധ നി സ. ഇങ്ങനെയാണത് ചൊല്ലി അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഒരു 3 ജതിസ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു പാഠത്തിലേക്ക് കിടക്കുകയാണ്.
സ്വരജതി. ഇത് സ്വരം ഉണ്ടാവും, സാഹിത്യം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ആനന്ദഭൈരവി രാഗത്തിലുള്ള ഒരു സ്വരജതിയാണ് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോണത്. ഈ ആനന്ദഭൈരവി രാഗം 22ാമത് മേളകർത്താരാഗമായ ഖരഹരപ്രിയയുടെ ജന്യമായിട്ടുള്ള ഒരു രാഗമാണ്. ഒരു ഭാഷാംഗരാഗമാണ്, അന്യസ്വരങ്ങൾ വരുന്ന ഒരു രാഗമാണ്. അപ്പം അതിൻ്റെ ആരോഹണ അവരോഹണം നമുക്കൊന്ന് പാടി നോക്കാം. സഗരിഗമ പാധാവസം സനിധപമഗരി 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 സഗരിഗമ പാധാവസം സനിധപമഗരി. ഇതൊരു വക്ര സമ്പൂർണ്ണ രാഗമാണ്. ആരോഹണം വക്രം. സഗരിഗമ പാധാവസം രണ്ട് ഭാഗത്ത് വക്രമായിട്ട് വരുന്നുണ്ട്. സഗരി ഗമ, അതുപോലെ പഥാപസ. ഇതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം ഖരഹരപ്രിയയുടെ സ്വരസ്ഥാനങ്ങളാണ്. അതിൻ്റെ പുറമെ പമഗമ എന്നുള്ളൊരു പ്രയോഗത്തിൽ അന്തരഗാന്ധാരം വരുന്നുണ്ട്. ഗമപദ ശുദ്ധ ദൈവതം ഗമപദ, അവിടെ ശുദ്ധ ദൈവതം വരുന്നുണ്ട്. സാധനീ അവിടെ ഒരു കാകലി നിഷാദത്തിൻ്റെ പ്രയോഗം വരുന്നുണ്ട്. അപ്പം 3 സ്വരങ്ങൾ അന്യസ്വരം വരുന്ന ഒരു ഭാഷാംഗ രാഗമാണ്, വക്ര സമ്പൂർണ്ണ രാഗം. ഇനി ഈ സ്വരജതി ആദി താളത്തിലാണ്. ഇത് നമ്മളിനി അടുത്ത വർണ്ണത്തിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ സ്വരജതി എന്ന് നമ്മൾ പഠിക്കണത്. വർണ്ണങ്ങളൊക്കെ നമ്മൾ ആദ്യ താളം രണ്ട് കള എന്നാണ് പറയുക. ഒറ്റക്കള, 2 കള. ഇത് 2 കള പറഞ്ഞാൽ ഒക്കെ ഈരണ്ട് അടിക്കണം. വിരൽ 2 എല്ലാം ഈരണ്ടായിട്ട് അടിക്കണം. അതാണ് 2 കള. അപ്പോൾ നമ്മൾ ഈ സ്വരജതി പഠിക്കുന്നത് ഈ ആനന്ദഭൈരവിയിലുള്ള ഈ സ്വരജതി 2 കള ചൗക്കായിട്ടാണ് പിടിക്കുക. അപ്പം അത് നമ്മൾ അടുത്ത വർണ്ണത്തിലേക്ക് നമ്മൾ കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്, താളം ഉറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ പല്ലവി സ്വരം ഒന്ന് പാടി നോക്കാം. പമഗമ പമഗരി മഗരി സനി സാരിനി സഗരി ഗമ പധമ പമഗരി ഗമ പം. ഇങ്ങനെയാണ് തുടങ്ങുക. ഇന്നുകൂടി നോക്കിക്കോളും. ഓരോന്നും ഓരോ ദീർഘം കഴിഞ്ഞാൽ അടുത്ത സ്വരം എവിടുന്ന തുടങ്ങണമെന്ന് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ പമഗമ പമ പമഗരി മഗരി സനി സാരിനി സഗരി ഗമ പധമ പമഗരി ഗമ പം. ആദ്യത്തെ പമഗമ, ഈ ആദ്യത്തെ ചെറിയ വിരലിൽ
പാമ ഗമ. അടുത്ത വിരൽ പാമ. മൂന്നാമത്തെ വിരൽ പാമഗരി. അപ്പോൾ താളം അവിടെ പകുതിയാവും. അടുത്ത അടിയിൽ ഗ മാ. ഈ വീശിൻ്റെ രണ്ടാമത്തെ അടിയിൽ നിന്ന് മാഗരി സനി. അടുത്ത താളത്തിലേക്ക് സാ. അടുത്ത രണ്ടാമത്തെ സാ ഈ ചെറിയ വിരലിൻ്റെ രണ്ടാമത്തെ അടിയിൽ നിന്ന് സാ സാ സാരീനി. സരീനിന്ന് ഈ മോതിരവെല്ലിൻ്റെ രണ്ടാമത്തെ അടിയിൽ നിന്ന് സാരീനി സാരീനി. അപ്പോൾ സാ സാ സാരീനി സഗരി ഗമ പദ മ പമ ഗരി ഗമ. ദീർഘങ്ങൾ നിൽക്കുന്നത് കറക്റ്റ് നിൽക്കണം, അപ്പോഴാണ് താളം ശരിയാവുള്ളൂ. ഒന്നുകൂടി ചെല്ലാം. ഇതിന് അതേപോലെ സാഹിത്യം ഉണ്ടാവും. പ പമ ഗമ പമ പമ ഗരി ഗ മഗരി സനി സാ സാ സാരീനി സഗരി ഗമ പദ മ പമ ഗരി ഗമ. ഇതാണ് അതിൻ്റെ പല്ലവി സ്വരം. ഇനി അതിന് അതേപോലെ സാഹിത്യമുണ്ട്, അനുപല്ലവിയുണ്ട്, കുറച്ച് ശരണങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ സാഹിത്യം ഈ പാടിയ സ്വരത്തിൻ്റെ സാഹിത്യം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാടാം, അടുത്ത വീഡിയോയിൽ പാടി കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്ന് വെച്ചാൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.